ഷാർജയിൽ മരിച്ച കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയെ ഭർത്താവ് സതീഷ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കുടുംബം ക്രൈംബ്രാഞ്ച് കൈമാറിയ ദൃശ്യങ്ങളിലാണ് സതീഷിന്റെ ഈ ഭീഷണിയുള്ളത്. 10 വർഷം കൊടിയ പീഡനം സഹിച്ചുവെന്ന് അതുല്യ പറയുന്നതും വീഡിയോയിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ജീവിക്കുവാണ് അന്തസ്സത്. നിന്നെ വിടത്തില്ല. നീ ഷാർജയിലും പോകത്തില്ല, നീ പോകത്തില്ല. അത് ഞാനാ പറഞ്ഞത്. നീ ഇവിടുന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. നീ എവിടെ പാടി നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ട് എനിക്ക് ജയിലിൽ കിടക്കാൻ പറ്റുമോ? ഞാൻ സ്വയം സൂക്ഷിച്ചാൽ എനിക്ക് മതി. ജൂലൈ 19-ന് ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന പുതിയ ദൃശ്യങ്ങൾ. പീഡനവും അസഭ്യം പറയുന്നതും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മർദ്ദനവും വധഭീഷണിയും. 10 വർഷം സതീഷിന്റെ പീഡനം സഹിച്ചെന്ന് അതുല്യ പറയുന്നതും ദൃശ്യങ്ങളിൽ. ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് ദൃശ്യങ്ങളും മൊബൈലും കുടുംബം കൈമാറി. കോടതിയിൽ സമർപ്പിച്ച ദൃശ്യങ്ങൾ വിശദ പരിശോധനയ്ക്ക് അയച്ചു. ഷാർജയിൽ നിന്ന് നാട്ടിലെത്തിയ സതീഷ് ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിലാണ്. ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കും. അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. മീഡിയ 1 കൊല്ലം.